എന്തുകൊണ്ടാണ് നീറ്റ് ആസ്പിരൻസ് 5-6 തവണ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നറിയോ? ഞാൻ ഈയിടെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടുവന്ന ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുപോലെ ഒരുപാട് ആസ്പിരൻസ് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന്. ഹായ്, ഞാൻ ഡോക്ടർ വൈഷ്ണവി, നിംഹാൻസിൽ സൈക്കാട്രി റെസിഡൻസി ചെയ്യുന്നു. സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയും ഇതിന്. നമ്മുടെ ബ്രെയിൻ നമ്മളെ ട്രിക്ക് ചെയ്യും. ഒരു 2-3 വർഷം ഈ എക്സാമിന് വേണ്ടി കഷ്ടപ്പെട്ട് സമയവും ആരോഗ്യവും മറ്റ് സന്തോഷങ്ങളും മാറ്റിവെച്ച് കഷ്ടപ്പെട്ടതല്ലേ. ഇനി എങ്ങനെ എല്ലാം പെട്ടെന്ന് ഇട്ടേച്ച് വരും എന്നുള്ള തോന്നലുണ്ടാവും. അപ്പോഴാണ് ഒരു വർഷം കൂടി അല്ലെ പിന്നെ ഒരു തവണ കൂടി എന്നൊക്കെ നമുക്ക് തോന്നുക. തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പ്ലാന് വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ല, പക്ഷേ ക്വിറ്റ് ചെയ്യാൻ വിചാരിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതെല്ലാം വേസ്റ്റ് ആയല്ലോ എന്നൊരു പേടിയാണ് ഇതിന് കാരണം. ഈ ഒരു പ്രവണത കാരണം നമുക്ക് നഷ്ടമാവുന്ന നമ്മുടെ യൗവനവും ഹോബീസും നമ്മുടെ ഐഡൻറ്റിറ്റി, റിലേഷൻഷിപ്സ്, കോൺഫിഡൻസ്, പിന്നെ വേറെ ഒരു കരിയർ പാത്തിലേക്ക് പോകാനുള്ള ചാൻസസും. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളത് വളരെ നല്ലതാണ്, ബട്ട് റൈറ്റ് ഡയറക്ഷനിലായിരിക്കണം പോകേണ്ടത്. റീഡയറക്ഷൻ ആവശ്യമുള്ള സമയത്ത് അതെന്തായാലും ചെയ്യണം. എൻലെസ് ആയിട്ട് ഒന്നിനെ ചേസ് ചെയ്യരുത്. നിങ്ങൾ ഇതുപോലെ ഒരു ലൂപ്പിലാണെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എത്രയും വേഗം തേടുക. ലൂപ്പിൽ നിന്ന് സ്വന്തം മൈൻഡ് സെറ്റ് വെച്ച് രക്ഷപ്പെട്ടവരാണെങ്കിൽ ആ സ്റ്റോറി താഴെ പറയുക.